ഹലോ സുഹൃത്തുക്കളെ. ഹേ ഗൈസ്, കുറച്ച് മുമ്പ് തണുത്ത് പറിച്ചു നിന്ന അതേ ഞങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ വെയിലത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പുതിയ കുടുംബക്കാരാണെങ്കിൽ ലൈക്ക് അടിച്ച് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് കയറി വാ മുത്തുകളെ. നമ്മുടെ സ്ഥലത്ത് വന്നിരിക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഷീപ്പ് ബ്രീഡിങ്, നമ്മുടെ ചെമ്മരിയാട് അല്ലേ, മുകളിലേക്ക് പോകണം. ഒരു അരുണാചൽ പ്രദേശ് ഗവൺമെൻറ് ഒരു ഷീപ്പ് ബ്രീഡിങ് സെൻ്ററുണ്ട്. നമ്മൾ അത് കാണാനായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സാങ്ക്ടി വാലിയിൽ നിന്ന് ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മാറിയുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്താ പറയുക മൊണ്ടല പാസോ അതിൻ്റെ പേര് എന്താ പറയുന്നത്, മൊണ്ടല ടോപ്പിൽ നിന്നൊക്കെ നമ്മൾ പോയിട്ട് മണ്ഡല ടോപ്പിൽ നിന്ന് നമ്മൾ പോയിട്ട് വരുമ്പോൾ നമുക്ക് സാങ്ക്ടി വാലിയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ കയറി നമുക്കിത് കാണാൻ പറ്റും. സ്വെറ്റർ ചുമ്മാ ഇനി ഊരി മാറ്റാൻ വയ്യാത്തതുകൊണ്ട് മാത്രം ഇതിട്ടേക്കുന്നതാ. ഇവിടെ നല്ല അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. ഫുള്ളും പച്ചപ്പ് ഹരിതാഭയൊക്കെയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അരുണാചൽ എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമ്മുടെ എന്താ പറയുക നേച്ചറാണ്. ഈ മേഘാലയയിലാണെങ്കിൽ ആക്ടിവിറ്റീസ് കൂടുതലുണ്ടെങ്കിൽ അരുണാചലിൽ ആക്ടിവിറ്റീസ് അല്ല കൂടുതൽ വരുന്നത്. അരുണാചലിൽ സംഭവിക്കുന്ന കാര്യം സ്ഥലങ്ങൾ കാണുക, അതാ സംഭവം. ആ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. നമുക്ക് പോയി നോക്കാം ഗൈസ്. ഈ പഹാടികളൊക്കെ ഓരോ ആളുകളുടെയാണ്. ഞാനത് വിശ്വസിക്കുന്നില്ല. നമുക്ക് എന്തായാലും മേളിലേക്ക് കയറി നോക്കാം അവിടെ എന്താണ് നമുക്ക് കാത്തിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്താ കാണാനുള്ളതെന്നോ. ഗൈസ് നിങ്ങൾ ആ വ്യൂസ് നോക്കിയേ, എന്ത് മനോഹരം അല്ലേ. ഞങ്ങളുടെ ഇവിടെ എത്താറായെന്ന് തോന്നുന്നു. കുറേ പട്ടികൾ ഇവിടെ കടിക്കുകയോ ഉപദ്രവിക്കുന്നൊന്നും അറിയില്ല. പക്ഷേ ഷീപ്പ് ബ്രീഡിങ് സെൻ്ററിലേക്ക് നമുക്ക് അലൗഡ് ആണോ എന്നും അറിയില്ല. പോയി നോക്കാം. നല്ല തണുത്ത കാറ്റുണ്ട് ഗൈസ്. ഇവിടെ ആടിനെയൊക്കെ കരച്ചിൽ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട്. പശു ഏതാണ്ടാ ഇതൊന്നും എനിക്കറിയില്ലേ. എന്തോട്ടെ ഇപ്പോൾ ഇവിടെ ഞങ്ങളിവിടെ ആരെയും കാണുന്നില്ല. അകത്തേക്ക് വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല. കുറച്ചുകൂടി മുന്നോട്ട് ഞങ്ങൾ പോയി നോക്കുകയാണ്. സൺഡേ ആയതുകൊണ്ടാകാം. അവിടെ ആടുകളൊക്കെ നിൽപ്പുണ്ട്. കൃഷി വിജ്ഞാന കേന്ദ്രം. ഗൈസ് ഇതൊക്കെ ബന്ധാണ് ഗൈസ്. ഓക്കെ, ഒരുപാട് ആടുകൾ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ അങ്ങ് കാണുമായിരിക്കും. ഇതാണ്ട് ഷീപ്പ് ആടുകൾ ഇപ്പോൾ അവിടെയാ ഗൈസ്. ദേ കണ്ടോ നിങ്ങൾ? ഞാൻ കാട്ടിത്തരാം. അന്തേക്ക് പോകുന്നു ശിവനുണ്ട്. പട്ടികളുണ്ട്. വേണ്ട നിങ്ങളെ കാണുന്നതാണ് ഈ വളർത്തുന്ന സ്ഥലം. അവിടെ നിന്ന് ആരെയും കാണാനൊന്നുമില്ല. അപ്പോൾ വാ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. എവിടെ
അത് കയറല്ലേ, ഇത് പുറത്തുനിന്ന് ബന്ധാണ്. വാവ്, ബ്യൂട്ടിഫുൾ ഗൈസ്. നമ്മൾ കയറുന്ന പോയതാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ വന്ന വേറൊരു കാര്യം കാണാൻ കാണിച്ചത്. വാ, നമ്മൾ വന്നത് ആ വ്യൂ കാണാനാണ് ഗൈസ്. സത്യത്തിൽ നിങ്ങൾ ആ വ്യൂ നോക്കി, എൻ്റെ അമ്മോ ഗൈസ്. നോക്കി, ഞാൻ മണ്ണില്ല, നിങ്ങൾ നോക്കി ഗൈസ്, എൻ്റെ അമ്മോ പടച്ചതാ ഗൈസ്. എന്തൊക്കെ പറഞ്ഞു സംഭവം എന്നറിയോ, നമ്മൾ മേഘാലയയിലായിരുന്നെങ്കിൽ ഇതിന് മുന്നേ തന്നെ മേഘാലയയിൽ ആൾക്കാർ വന്നിട്ട്, അവിടെ ജനങ്ങൾ വന്നിട്ട് ഇവിടെ വലിയൊരു സംഭവം ഉണ്ടാക്കി വെച്ചതാണ്. ഇവിടെ അരുണാചലിലുള്ള ആൾക്കാർ മടിയന്മാരെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല. വാട്ട് ഓവർ ഗൈസ്, ഇത് എന്തോരം എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് അറിയോ. ഇവിടെ ഇതിന് ശരിക്കുള്ള പൊട്ടൻഷ്യൽ അവർ ശരിക്കും യൂസ് ചെയ്തിട്ടില്ല എന്ന സത്യസന്ധമായ കാര്യം. ഞങ്ങൾ വണ്ടിയിലിരുന്ന് പലപ്പോഴും പറഞ്ഞു, കാരണം പല വാലീസിനെ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, നമ്മുടെ ഈ ബ്രിഡ്ജസ് ബിൽഡ് ചെയ്യാം. ബ്രിഡ്ജസ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജസ് ബിൽഡ് ചെയ്യാം, സിപ്പ് ലൈൻസ് ഉണ്ടാക്കാം, ട്രക്കിംഗ് റൂട്ട്സ് ഓപ്പൺ ചെയ്യാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവർ ഇതൊന്നും ചെയ്യുന്നില്ല ഗൈസ്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ അമ്മോ, നിങ്ങൾ നോക്കി ആ വ്യൂസ്. വാവ് ഗൈസ്, നോക്കി വാവ്, വാട്ട് എ ബ്യൂട്ടി ഗൈസ്. രാമേ, എന്താണ് മൊത്തം നിന്റെ അഭിപ്രായം ഇതിനെ കുറിച്ചിട്ട്? അഭിപ്രായം നല്ല സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ജാക്കറ്റ് മുകളിലേക്കാണ് വാങ്ങി വെച്ചു. കാരണം ഇതിൻ്റെ ഈ കാറ്റും ഉഷ്മതയും പച്ചപ്പൊക്കെ നമ്മുടെ ശരീരത്തിൽ തട്ടി പോകുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ എൻ്റെ സാറേ. നിങ്ങളൊരു നേച്ചർ ലവർ ആണെങ്കിൽ യു മസ്റ്റ് ഹാവ് ടു വിസിറ്റ് ദിസ് പ്ലേസ്. സോ അപ്പോൾ എന്താ പറയുക, നമ്മുടെ ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം അപ്പോൾ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യൂ ഗൈസ്. ലവ് യു ഓൾ. ചെയ്യരുത്, കമന്റ്, ലൈക്ക്, സബ്സ്ക്രൈബ്, ലവ് യു ഓൾ, ലവ് യു ഓൾ. വേണമെങ്കിൽ ഷെയർ ചെയ്തു. ബൈ ഗൈസ്. ചേട്ടൻ ഓടിനെ പേടിപ്പിച്ച് ഓടിക്കുന്നത്. അയ്യോ, ആ പാവ ആടുകളെ ചേട്ടൻ പേടിപ്പിച്ച് ഓടിച്ച്. പാവ അതുവഴി വെറുതെ പോയതായിരുന്നു. ഓടുന്ന അതിനെ പിടിക്കാൻ പോയിരിക്കണ്. ഉഫ്, ഇതാണ്ട് അതെ, പാലോടെ ഷാരൂഖ് ഖാനാണെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. അതെ, നമുക്കൊന്നിപ്പോ ഡിമാൻഡ് കുറവാണ്. അതാണ് എനിക്ക് ഡിമാൻഡ് കുറവല്ലേ. പറ്റിപ്പോയി ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഫ്രീ ആണെങ്കിൽ പറയൂ ഗൈസ്, ഞാൻ ഡിവോഴ്സ് ചെയ്യും. ധൈര്യം ഉണ്ടോ? എന്ത് ധൈര്യം? ഡിവോഴ്സ്, എന്നെ ഡിവോഴ്സ് ചെയ്യാൻ ധൈര്യം ഉണ്ടോ? അതൊന്നും എനിക്ക് അറിയത്തില്ല. എന്നെ ഡിവോഴ്സ് ചെയ്യാൻ ചേട്ടന് ധൈര്യം ഉണ്ടോ? ശരി, ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇവിടെ നിൽക്കാം, ഞാൻ വരുന്നില്ല. ഞാൻ വരണില്ല, ചേട്ടൻ ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല. വലിയ കാര്യമായിപ്പോയി. ഈ വക തള്ളൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല. വർഷം 5-6 ഇങ്ങളുടെ അടുത്ത് നടക്കണേ. അപ്പോഴാ എന്നോടാണ് ഇങ്ങനെ ഈ വർത്താനം പറയണത്. ബൈ ഗൈസ്.